കല്യാണ മണ്ഡപം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാദസ്വരത്തിന്റെ ശബ്ദവും ആളുകളുടെ സംസാരവുമൊക്കെയായി അവിടെ വലിയൊരു ബഹളം തന്നെയുണ്ടായിരുന്നു. പക്ഷേ ആ മണ്ഡപത്തിന്റെ നടുവിലിരിക്കുന്ന മാളവികയുടെ ഉള്ളിൽ മാത്രം ശ്മശാന തുല്യമായ മൂകതയായിരുന്നു. ചുവന്ന പട്ടുസാരിയുടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവൾ ഒരു മരപ്പാവയെ പോലെ ഇരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതം എവിടെയും കൊണ്ട് അവസാനിക്കാൻ പോവുകയാണെന്ന് അവൾക്കുറപ്പായിരുന്നു. കാരണം അവളുടെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അവളുടെ അരികിലിരിക്കുന്ന മണവാളൻ പ്രകാശ് 35 വയസ്സുള്ള ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ക്രൂരനും കൗശലക്കാരനുമായ അയാൾ പണത്തിൻ്റെ കൊഴുപ്പിലാണ് ജീവിക്കുന്നത്. മാളവികക്ക് 22 വയസ്സ് മാത്രം. അച്ഛൻ്റെ ബിസിനസ് കടങ്ങൾ വീട്ടാൻ വേണ്ടി സ്വന്തം മകളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. താലി കെട്ടാനുള്ള ശുഭമുഹൂർത്തം അടുത്തു. പൂജാരി പ്രകാശിൻ്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുത്തു. പ്രകാശ് മുഖത്തൊരു കുതന്ത്ര ചിരിയോടെ ആ താലിയുമായി മാളവികയുടെ നേർക്ക് തിരിഞ്ഞു. മാളവിക കണ്ണുകൾ മുറുകെ അടച്ചു. അവളുടെ കവിളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി. ദേ, മുഹൂർത്തമായി, താലി കെട്ടിക്കോളൂ, പൂജാരി പറഞ്ഞു. പ്രകാശ് താലിയുമായി അവളുടെ കഴുത്തിന് നേരെ കൈനീട്ടിയതും പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നിർത്തൂ, മണ്ഡപമാകെ ഉറപ്പിക്കുന്നൊരു ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. എല്ലാവരും നെട്ടിപ്പിടഞ്ഞ് വാതിലിലേക്ക് നോക്കി. അവിടെ ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്ന സിംഹത്തെപ്പോലെ ഒരു യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ദേവ്, നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ, കോടീശ്വരനായ എന്നാൽ ആർക്കും പിടികൊടുക്കാത്ത ഗാംഭീര്യമുള്ള ദേവ്. പ്രകാശിൻ്റെ ഏറ്റവും വലിയ ശത്രു കൂടിയായിരുന്നു അവൻ. ആരും ഒന്നും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദേവ് വേഗത്തിൽ മണ്ഡപത്തിലേക്ക് കയറി വന്നു. അവൻ്റെ ഭാവം കണ്ട് സെക്യൂരിറ്റിക്കാർ പോലും മാറി നിന്നു. മാളവിക ഞെട്ടലോടെ ദേവിനെ നോക്കി. ദേവ് നേരെ വന്ന് പ്രകാശിൻ്റെ കയ്യിലിരുന്ന് താലി ബലമായി പിടിച്ചു വാങ്ങി. എന്താടോ താനീ കാണിക്കുന്നത്? എൻ്റെ കല്യാണ മണ്ഡപത്തിൽ വന്ന് പ്രകാശ് ദേഷ്യത്തോടെ ആക്രോശിച്ചു. പക്ഷേ ദേവ് അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിൽ പ്രകാശിനോടുള്ള കടും പക ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവൻ പ്രകാശിനെ ഒറ്റത്തള്ളലിന് മാറ്റി നിർത്തിയിട്ട് മാളവികയുടെ മുന്നിലേക്ക് നിന്നു. മാളവികയുടെ കണ്ണുകളിൽ ഭയവും അമ്പരപ്പും നിറഞ്ഞു. ദേവ്, എന്തായി? മാളവികക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ താലി മാളവികയുടെ കഴുത്തിൽ നീട്ടി ഒറ്റവലിക്ക് അവളുടെ കഴുത്തിൽ കെട്ടി 3 ഘട്ടം വിട്ട് അവൻ അവളുടെ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി. മണ്ഡപത്തിൽ വലിയൊരു നിശബ്ദത പടർന്നു. പ്രകാശ് പല്ലുറുമ്മിക്കൊണ്ട് ദേവിനെ നോക്കി. ദേവ്, നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇവൾ ഇനി മുതൽ എൻ്റെ ഭാര്യയാണ്. ധൈര്യമുള്ളവർ വന്ന് തടയും. ദേവ് പ്രകാശിൻ്റെ മുഖത്തേക്ക് നോക്കി ഗർജിച്ചു. അവൻ്റെ ആ ശക്തിക്ക് മുന്നിൽ മറുപടി പറയാൻ പ്രകാശിന് പോലും ഭയം തോന്നി. മാളവിക തൻ്റെ കഴുത്തിലെ താലിയിലേക്ക് നോക്കി വിതുമ്പി. താൻ സ്നേഹിച്ച ആളല്ല, തൻ്റെ സമ്മതത്തോടെയല്ല ഈ താലി വീണത്. ഭയം കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ദേവ് അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. ഇറങ്ങ്, അവൻ ആജ്ഞാപിച്ചു. അവൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവളുടെ വിലാപങ്ങൾ ആ മണ്ഡപത്തിലെ ചേരുകളിൽ തട്ടിയൊതുങ്ങി. ദേവിൻ്റെ ആഡംബരക്കാർ അവൻ്റെ വലിയ ബംഗ്ലാവിന് മുന്നിൽ വന്നു നിന്നു. ദേവ് കാറിൽ നിന്നിറങ്ങി മാളവികയുടെ വശത്തെ വാതിൽ തുറന്നു. മാളവിക കാറിനുള്ളിൽ ഇരുന്ന് കരയുകയായിരുന്നു. ഇറങ്ങാൻ പറഞ്ഞത് കേട്ടില്ലേ? ദേവിൻ്റെ ശബ്ദത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടായിരുന്നില്ല. മാളവിക പതുക്കെ കാറിൽ നിന്നിറങ്ങി. ആ വലിയ ബംഗ്ലാവിലേക്ക് അവൾ നോക്കി. അവിടെ ദീപാലങ്കാരങ്ങളോ വരവേൽപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വീട് കണ്ടപ്പോൾ അവൾക്കൊരു കൊട്ടാരമായല്ല, മറിച്ചൊരു ജയിലായാണ് തോന്നിയത്. അകത്തേക്ക് കയറി ഉടനെ ദേവ് അവളെ കൂട്ടി നേരെ മുകളിലത്തെ നിലയിലുള്ള അവൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. റൂമിലെത്തി അവൾ അകത്തേക്ക് കയറിയതും ദേവ് പുറത്തുനിന്ന് വാതിൽ വലിച്ച് പൂട്ടി. ദേവ്, വാതിൽ തുറക്കൂ. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ വിടൂ. മാളവിക വാതിലിൽ മുട്ടി ഉറക്കെ കരഞ്ഞു പറഞ്ഞു. പക്ഷേ പുറത്തുനിന്ന് ദേവിൻ്റെ കാൽപ്പെരുമാറ്റം അകന്നു പോകുന്ന ശബ്ദം മാത്രമാണ് അവൾ കേട്ടത്. അവൾ ആ റൂമിലെ കട്ടിൽ ഇരുന്ന് വിതുമ്പി. തൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയായിപ്പോയത്? അവളുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓടിയെത്തി. ദേവിനെ അവൾക്ക് മുൻപേ അറിയാമായിരുന്നു. അവൻ വലിയൊരു ബിസിനസ്സുകാരനാണെങ്കിലും അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് അവൾക്കറിയാം. പക്ഷേ ദേവിന് ഇതിനകം ഒരു വിവാഹം കഴിഞ്ഞതാണ്. അവൻ്റെ ആദ്യ ഭാര്യ പൂജ ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ് എന്നാണ് എല്ലാവരും കരുതുന്നത്. ഞാൻ അവൻ്റെ 2ാം ഭാര്യയോ? ഒടുവിൽ പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നു വീണത് എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിച്ച ഒരു മൃഗത്തിൻ്റെ കയ്യിലാണല്ലോ. മാളവിക സ്വയം ഓർത്ത് സങ്കടപ്പെട്ടു.
നിർബന്ധപൂർവം ഒരാളുടെ രണ്ടാം ഭാര്യയാകേണ്ടി വന്ന അവസ്ഥ അവളെ മാനസികമായി തളർത്തിക്കളഞ്ഞു. സമയം രാത്രി 10 മണിയായി. പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ജനാലയിലൂടെ തണുത്ത കാറ്റ് റൂമിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. മാളവിക കട്ടിലിൻ്റെ ഒരു മൂലയിൽ മുട്ടുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇരിക്കുകയാണ്. അവളുടെ മനസ്സിൽ ഭയം ഇരട്ടിച്ചു കൊണ്ടിരുന്നു. ഇന്ന് തങ്ങളുടെ ആദ്യ രാത്രിയാണ്. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? പെട്ടെന്നാണ് വാതിലിൻ്റെ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ടത്. മാളവിക ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ദേവ് അകത്തേക്ക് കയറി വന്നു. അവൻ തൻ്റെ കോട്ടും ടൈയുമൊക്കെ ഊരി മാറ്റിയിരുന്നു. ഷർട്ടിൻ്റെ മുകളിലത്തെ 2 ബട്ടണുകൾ അയച്ചിട്ടിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ ഒരു തരം ലഹരിയോ കാമമോ അല്ല, മറിച്ചൊരു കടുംപിടുത്തത്തിൻ്റെ ഭാവമായിരുന്നു. അവൻ പതുക്കെ മാളവികയുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്തേക്ക് വരുംതോറും മാളവിക പിന്നോട്ട് മാറി ചുവരിൽ ചാരി നിന്നു. ദേവ്, പ്ലീസ്, എൻ്റെ അടുത്തേക്ക് വരരുത്, മാളവിക കൈകൾ കൂപ്പി അപേക്ഷിച്ചു. പക്ഷേ ദേവ് അത് കേട്ട ഭാവം നടിച്ചില്ല. അവൻ അവളുടെ തൊട്ട് മുന്നിൽ വന്നു നിന്നു. അവൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. അവൻ കൈനീട്ടി അവളുടെ മുഖത്ത് വാഴുന്ന മുടിയിഴകൾ പതുക്കെ മാറ്റി. നീ എന്നെ തൊട്ടുപോകരുത്, മാളവിക ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി. എൻ്റെ സമ്മതമില്ലാതെയാണ് നീ ആ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത്. എന്നെ നിർബന്ധിച്ച് നിന്റെ രണ്ടാം ഭാര്യയാക്കിയാലൊന്നും ഞാൻ നിന്റെ സ്വന്തമാകില്ല. ദേവിൻ്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. അവൻ അവളുടെ 2 കൈകളിലും ബലമായി പിടിച്ച് ചുവരിലേക്ക് ചേർത്ത് നിർത്തി. അവൾക്ക് അത്ഭുതവും ഭയവും തോന്നിക്കുന്ന രീതിയിൽ അവൻ അവളെ നോക്കി. നിന്റെ സമ്മതമോ? ദേവ് പരിഹാസത്തോടെ ചിരിച്ചു. ആ പ്രകാശിൻ്റെ കൂടെ മണ്ഡപത്തിൽ ഇരുന്നപ്പോൾ നിനക്ക് വലിയ സമ്മതമായിരുന്നല്ലോ മാളവിക. അവൻ എങ്ങനെയുള്ളവനാണെന്ന് നിനക്കറിയാമോ? അത് എൻ്റെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടായിരുന്നു. അവൾ കരഞ്ഞു. നിന്റെ അച്ഛൻ്റെ കടം തീർക്കാൻ ആ പ്രകാശന് മുന്നിൽ ജീവിതം കൊടുക്കാൻ തയ്യാറായി അല്ലേ? പക്ഷേ എന്നെപ്പോലെ ഒരുത്തൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ നിനക്ക് എതിർപ്പ് വരുന്നു. ദേവിൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കുത്തിയിറങ്ങി. ദേവ്, നിർത്ത് പ്ലീസ്, മാളവിക കരഞ്ഞു തളർന്നു. ഇല്ല മാളവിക, ഞാൻ നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല. നീ എൻ്റെ ഭാര്യയാണ്. അത് ആദ്യത്തെ ഭാര്യയാണോ 2ാമത്തെ ഭാര്യയാണോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. നീ ദേവിൻ്റെ മാത്രമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ദേവ് അവളെ കട്ടിലേക്ക് തള്ളിയിട്ടു. മാളവിക ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ദേവ് അവളെ തൻ്റെ ശക്തമായ കൈകൾക്കുള്ളിൽ ഒതുക്കി. അവൾ അവനെ തള്ളി മാറ്റാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവളുടെ ആ വിലാപങ്ങളൊന്നും അവൻ്റെ കാതുകളിൽ എത്തിയില്ല. പുറത്ത് പെയ്യുന്ന കനത്ത മഴയുടെയും ഇടിമിന്നലിൻ്റെയും ശബ്ദത്തിൽ അവളുടെ ശബ്ദം അമർന്നുപോയി. ആ രാത്രി അവളുടെ പൂർണ്ണമായ സമ്മതമില്ലാതെ തൻ്റെ അധികാരവും നിർബന്ധവും ഉപയോഗിച്ച് ദേവ് അവളുമായി ലയിച്ചു. അവളുടെ കണ്ണീര് ആ കട്ടിൻ്റെ വിരിപ്പിൽ പടർന്നു പിടിച്ചു. അടുത്ത ദിവസം രാവിലെ സൂര്യപ്രകാശം ജനാലയിലൂടെ മാളവികയുടെ മുഖത്ത് വന്നടിച്ചു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. ശരീരം ആകെ വേദനിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിലെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവ് അരികിലില്ലായിരുന്നു. അവൻ കുളി കഴിഞ്ഞ് ഒരു ബ്ലാക്ക് സ്യൂട്ടുമിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചെയ്യുകയായിരുന്നു. തികച്ചും ശാന്തനായ ഒരു മനുഷ്യനെ പോലെ. ഇന്നലെ രാത്രിയിൽ ഇത്രയും കടുപ്പത്തിൽ പെരുമാറിയ ആളാണോ ഇതെന്ന് അവൾക്ക് സംശയം തോന്നി. ദേവ് കണ്ണാടിയിലൂടെ മാളവികയെ നോക്കി. അവൾ പുതപ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവനെ വെറുപ്പോട് നോക്കുകയാണ്. എഴുന്നേറ്റ് കുടിച്ച് റെഡിയാവും. താഴെ നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, ദേവ് വളരെ സാധാരണ ശൈലിയിൽ പറഞ്ഞു. മാളവിക ഒന്നും സംസാരിച്ചില്ല. അവൾ കട്ടിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അവളുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ദേവ് അവളെ പുറകിൽ നിന്ന് വിളിച്ചു. മാളവിക. അവൾ നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ഇന്നലെ രാത്രി നടന്നതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട. നീ ഇവിടെ സുരക്ഷിതയാണ്. നിന്റെ അച്ഛൻ്റെ കടങ്ങളെല്ലാം ഞാൻ വീട്ടിയിട്ടുണ്ട്. ഇനി അയാൾ നിന്നെ ശല്യം ചെയ്യില്ല, ദേവ് പറഞ്ഞു. മാളവിക പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. കടം വീട്ടിയല്ലേ? അപ്പോൾ ആ പ്രകാശന് പകരം നീ എന്നെ വിലക്ക് വാങ്ങി, അത്രയല്ലേ ഉള്ളൂ? അതിന് നീ വലിയൊരു വിലയും തന്നു, എൻ്റെ കഴുത്തിൽ ഒരു താലി. ദേവ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ മുഖത്ത് പെട്ടെന്നൊരു വന്യമായ ഭാവം നിറഞ്ഞു. നീ എന്നെ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, പക്ഷെ ആ പ്രകാശിൻ്റെ കൈകളിൽ നിന്ന് നീ ചെന്ന് വീഴുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. അതിന് കാരണം നിനക്കെപ്പോൾ അറിയില്ല. ആ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം മനസ്സിലാക്കാതെ മാളവിക അവനെ തന്നെ നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. മാളവിക ആ വീട്ടിൽ ഒരു നിഴലായി ജീവിച്ചു. ദേവ് അവളോട് പകൽ സമയങ്ങളിൽ അധികം സംസാരിക്കാറില്ല. അവൻ രാവിലെ ഓഫീസിൽ പോകും, രാത്രി വൈകിയാണ് വരുന്നത്. പക്ഷേ രാത്രിയായാൽ അവൻ മറ്റൊരു മനുഷ്യനാണ്.
അവളുടെ അടുപ്പവും സ്നേഹവും അവൻ നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം മാളവിക ഹാളിൽ ഇരിക്കുമ്പോൾ ദേവിൻ്റെ വീട്ടിലെ പഴയ വേലക്കാരി ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. അവർ മാളവികക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തു. മോളെ, എന്താ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ശരീരമൊക്കെ ആകെ മെലിഞ്ഞു പോയല്ലോ, ലക്ഷ്മിയമ്മ സ്നേഹത്തോടെ ചോദിച്ചു. മാളവിക ലക്ഷ്മിയമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് വിഷമിപ്പില്ല ലക്ഷ്മിയമ്മേ. മോളെ, ദേവ്മോനെ ഓർത്ത് നീ വിഷമിക്കുകയാണല്ലേ? അവൻ പുറമെ കാണിക്കുന്നത് പോലെയല്ല. അവൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും കടും പകയും ഉണ്ട്, ലക്ഷ്മിയമ്മ നെടുവേർപ്പിട്ടു. മാളവികക്ക് ജിജ്ഞാസ തോന്നി. അവൻ്റെ ആദ്യത്തെ ഭാര്യ പൂച്ച, അവൾ എങ്ങനെയാ മരിച്ചത്? അതൊരു കാർ ആക്സിഡൻ്റ് ആണെന്നല്ലേ എല്ലാവരും പറയുന്നത്? അവൾ പതുക്കെ ചോദിച്ചു. ലക്ഷ്മിയമ്മ ചുറ്റും ഭയത്തോടെ നോക്കിയിട്ട് മാളവികയുടെ അടുത്തിരുന്നു. അവരുടെ ശബ്ദം വളരെ താഴ്ന്നിരുന്നു. അതല്ല മോളെ സത്യം, അത് വെറുമൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല. പൂജ മോളെ കൊന്നതാണ്. മാളവിക നെറ്റിത്തെരിച്ചു പോയി. കൊന്നതോ? ആരാ? മോളെ, ആ പ്രകാശ്, അവനാണ് അത് ചെയ്തത്. ബിസിനസ് ശത്രുതയുടെ പേരിൽ ദേവുമോനെ തകർക്കാൻ വേണ്ടി പ്രകാശ് ആസൂത്രണം ചെയ്ത് പൂജമോളുടെ കാർ ലോറിയിലിടിച്ച് തെറിപ്പിച്ചതാണ്. ആ ചോരക്കളിക്ക് ശേഷമാണ് ദേവുമോൻ ഒരു ജീവനുള്ള ശവമായി മാറിയത്. പ്രകാശിനോട് പ്രതികാരം ചെയ്യുക എന്നത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. ലക്ഷ്മിയമ്മയുടെ വാക്കുകൾ കേട്ട് മാളവികയുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. പൂജയെ കൊന്നത് പ്രകാശാണോ? അങ്ങനെയെങ്കിൽ പ്രകാശ് എന്നെ കല്യാണം കഴിക്കാൻ നോക്കിയത് ദേവിനോട് വീണ്ടും പ്രതികാരം ചെയ്യാനായിരുന്നു. ദേവ് എന്നെ പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാണ്. അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ അലയടിച്ചു. അതുമാത്രമല്ല മോളെ, ലക്ഷ്മിയമ്മ തുടർന്നു. പൂജമോൾ മരിച്ചതിന് ശേഷം ദേവുമോൻ ആദ്യമായി ഒന്ന് ചിരിച്ചത് നിന്നെ കണ്ടപ്പോഴാണ്. അവൻ നിന്നെ ജീവിത തുല്യം സ്നേഹിക്കുന്നുണ്ട്. നിന്നെയും ആ പ്രകാശ് കൊല്ലുമെന്ന് ഭയന്നത് കൊണ്ടാണ് അവൻ ആ മണ്ഡപത്തിൽ വന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. മാളവിക സ്പന്ദിച്ചു പോയി. താൻ ഒരു മൃഗമെന്ന് കരുതിയ മനുഷ്യൻ യഥാർത്ഥത്തിൽ തന്നെ കാത്തു രക്ഷിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഉമ്മറത്ത് ദേവിൻ്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ലക്ഷ്മിയമ്മ വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ദേവ് അകത്തേക്ക് കയറി വന്നു. അവൻ്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. മുഖത്ത് വലിയൊരു ദുരിതം ജയിച്ച ക്ഷീണവും വന്യതയും. അവൻ മാളവികയെ നോക്കാതെ നേരെ മുകളിലേക്ക് നടന്നു. മാളവിക പതുക്കെ അവൻ്റെ പുറകെ റൂമിലേക്ക് ചെന്നു. ദേവ് കട്ടിലിൽ തലക്ക് കൈവച്ചിരിക്കുകയായിരുന്നു. അവൾ ആദ്യമായാണ് അവനെ ഇത്രയും തളർന്ന അവസ്ഥയിൽ കാണുന്നത്. ദേവ്, മാളവിക പതുക്കെ വിളിച്ചു. ദേവ് തലയുയർത്തി അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് മാളവികയെ കെട്ടിപ്പിടിച്ചു. അവൾ ഇത്തവണ അവനെ തള്ളി മാറ്റിയില്ല. മാളു, എന്നെ വിട്ടു പോകില്ലെന്ന് ഒരു വാക്ക് പറയുമോ? പൂജയെ എനിക്ക് നഷ്ടപ്പെട്ടു. നിന്നെ കൂടി ആ പ്രകാശ് തട്ടിയെടുത്താൽ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. ദേവിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ തോളിൽ തലവെച്ച് കരഞ്ഞു. തന്നെ ജീവിതം തകർത്തവനെന്ന് കരുതിയ ഭർത്താവിൻ്റെ നെഞ്ചിലെ കനൽ മാളവിക തിരിച്ചറിയുകയായിരുന്നു. പ്രകാശിൻ്റെ ക്രൂരതയ്ക്ക് മുന്നിൽ അവൾക്ക് ദേവിൻ്റെ പ്രാണനായ രണ്ടാം ഭാര്യയായി മാറാൻ സാധിക്കുമോ? ദേവിൻ്റെ ചൂടുള്ള കണ്ണീർ മാളവികയുടെ തോളിലേക്ക് ഒലിച്ചിറങ്ങിയപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു വീഴുന്നത് പോലെ തോന്നി. തന്നെ നിർബന്ധിച്ച് താലി കെട്ടി തൻ്റെ സമ്മതമില്ലാതെ ആദ്യ രാത്രി കീഴടക്കിയ ഒരു ക്രൂരനാണ് ദേവ് എന്നായിരുന്നു അവൾ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ലക്ഷ്മിയമ്മ പറഞ്ഞ സത്യങ്ങളും ദേവിൻ്റെ ഈ തകർച്ചയും അവളുടെ മനസ്സിലെ വെറുപ്പിനെ പതുക്കെ അലിയിച്ചു കളയാൻ തുടങ്ങി. ദേവ് അവളെ കൂടുതൽ മുറുക്കി പിടിച്ചു. അവൻ്റെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ദേവ് മാളവിക പതുക്കെ അവൻ്റെ പിറകിൽ കൈകൾ വെച്ചു. ആദ്യമായി അവൾ അവനെ തള്ളി മാറ്റിയില്ല. ദേവ്, ശാന്തനാകും. എനിക്ക് ലക്ഷ്മിയമ്മയോട് സംസാരിച്ചപ്പോൾ എല്ലാം മനസ്സിലായി. പ്രകാശാണ് പൂജച്ചിയെ. ആ പേര് കേട്ടതും ദേവ് പെട്ടെന്ന് മാളവികയിൽ നിന്ന് അടർന്നു മാറി. അവൻ്റെ കണ്ണുകളിലെ സങ്കടം മാറി. അവിടെ കടുംപക ആളിക്കത്തി. അവൻ വെറുമൊരു ബിസിനസ്സുകാരനല്ല മാളവിക, ഒരു നരഭോജിയാണ്. ദേവ് പല്ലുറുമ്മി. എന്നെ തകർക്കാൻ വേണ്ടി എൻ്റെ പ്രാണനെയാണ് അവൻ ലോറിയിടിച്ചു കൊന്നത്. കോടതിയും പോലീസുമൊക്കെ അവൻ്റെ പണത്തിന് മുന്നിൽ തോറ്റുപോയി. പക്ഷെ ഞാൻ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ദേവ് മാളവികയുടെ മുഖം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി. ആ പ്രകാശിൻ്റെ അടുത്ത കണ്ണ് നിന്റെ മേലായിരുന്നു. എന്നെ വീണ്ടും തകർക്കാൻ വേണ്ടി അവൻ നിന്റെ അച്ഛൻ്റെ കടങ്ങൾ മുതലെടുത്ത് നിന്നെ സ്വന്തമാക്കാൻ നോക്കി. ഞാൻ നോക്കി നിൽക്കെ നിന്റെ ജീവിതം കൂടി അവൻ നശിപ്പിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു മാളും. അതുകൊണ്ടാണ് ഞാൻ ആ മണ്ഡപത്തിൽ വന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷെ ദേവ് എന്തിനാ എന്നോട് അത്രയും ക്രൂരമായി പെരുമാറിയതും ആ രാത്രിയിൽ? മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവ് സങ്കടത്തോടെ തല താഴ്ത്തി.
എനിക്കറിയാം മാളു, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു. നീ ഈ ദേവിൻ്റെ മാത്രമാണെന്ന് അവനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഭ്രാന്തമായ ചിന്തയിലായിരുന്നു ഞാൻ. എൻ്റെ ഉള്ളിലെ പ്രതികാരത്തിൻ്റെ തീയിൽ ഞാൻ നിന്നെയും ദഹിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം. ദേവ് കട്ടിലിലേക്ക് തിരിഞ്ഞിരുന്ന് തലക്ക് കൈവച്ചു. മാളവിക അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ മനസ്സിൽ അവനോടുള്ള ദേഷ്യം പതുക്കെ ഇല്ലാതാവുകയായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് നേരിട്ട വേദന വലുതാണെങ്കിലും ദേവ് തന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അതേസമയം നഗരത്തിലെ ആഡംബര ക്ലബിൻ്റെ VIP റൂമിൽ പ്രകാശ് മദ്യപിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് കടുത്ത ദേഷ്യവും അപമാനഭാരവും ഉണ്ടായിരുന്നു. കയ്യിലിരുന്ന ഗ്ലാസ് അവൻ ചുവരിലേക്ക് എറിഞ്ഞുടച്ചു. ദേവ്, നീ എൻ്റെ കയ്യിൽ നിന്നാണ് മാളവികയെ തട്ടിയെടുത്തത്. പൂജയെ കൊന്നതുപോലെ നിന്നെയും ഞാൻ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനു മുമ്പ് നിന്റെ നെഞ്ച് തകർക്കണം. പ്രകാശ് ക്രൂരമായി ചിരിച്ചു. അവൻ്റെ അരികിലേക്ക് വലം കൈയായി വിക്രം നടന്നു വന്നു. ബോസ്, ദേവിനെ നേരിട്ട് തകർക്കാൻ ഇപ്പോൾ പാടാണ്. അവൻ മാളവികയെ ബംഗ്ലാവിന് പുറത്തേക്ക് ഇറക്കുന്നില്ല. കനത്ത സെക്യൂരിറ്റിയാണ് അവിടെ. ബംഗ്ലാവിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല വിക്രം. ആ മാളവിക തന്നെ ദേവിനെ പുറത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന രീതിയിലുള്ള ഒരു കെണി നമ്മൾ ഒരുക്കണം. അതിനുള്ള വഴി അവളുടെ അച്ഛൻ തന്നെയാണ്. പ്രകാശ് ഒരു പുകച്ചുരുൾ അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ദേവ് ഓഫീസിലേക്ക് പോയതിനു ശേഷം മാളവിക ഹാളിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ അച്ഛനാണ്. അച്ഛ, മാളവിക വേഗം ഫോണെടുത്തു. മോളെ മാളു, എന്നെ രക്ഷിക്കണം മോളെ, അവർ എന്നെ കൊല്ലും. അപ്പുറത്ത് നിന്ന് അച്ഛൻ കരഞ്ഞു വിളിക്കുകയായിരുന്നു. അച്ഛ, എന്താ പറ്റിയത്? ആരാ അത്? മാളവിക പരിഭ്രാന്തിയോടെ എഴുന്നേറ്റു. പ്രകാശിൻ്റെ ആളുകളാണ് മോളെ. ദേവ് എൻ്റെ കടങ്ങൾ വീട്ടിയെന്ന് പറഞ്ഞതൊക്കെ കള്ളമാണ്. ദേവ് ആ പ്രകാശുമായി ഒത്തുകളിക്കുകയായിരുന്നു. പ്രകാശിന് കൊടുക്കാനുള്ള പണം ദേവ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ പ്രകാശ് എന്നെ തടവറയിൽ അടച്ചിരിക്കുകയാണ്. നീ ഉടനെ പഴയ മില്ലിൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ അവർ എന്നെ ജീവനോടെ കത്തിക്കും മോളെ. അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. മാളവികയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ലക്ഷ്മിയമ്മ പറഞ്ഞതാണോ അച്ഛൻ പറഞ്ഞതാണോ സത്യമെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ തൻ്റെ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. സെക്യൂരിറ്റിക്കാരുടെ കണ്ണ് വെട്ടിച്ച് അവൾ ബംഗ്ലാവിന് പുറത്തേക്ക് ഓടി. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവൾ അച്ഛൻ പറഞ്ഞ ആ പഴയ വിജനമായ മില്ലിലേക്ക് തിരിച്ചു. പഴയ മില്ലിൻ്റെ ഉള്ളിലേക്ക് മാളവിക ഭയത്തോടെ നടന്നു കയറി. അവിടെ ആകെ ഇരുട്ട് പടർന്നിട്ടുണ്ടായിരുന്നു. അച്ഛാ, അച്ഛാ എവിടെയാ? അവൾ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ചിരി കേട്ടു. തിരിഞ്ഞു നോക്കിയ മാളവിക നെട്ടിപ്പോയി. അവിടെ അച്ഛനായിരുന്നില്ല, മറിച്ച് കയ്യിൽ ഒരു തൂക്കുമായി പ്രകാശ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ കുറച്ച് ഗുണ്ടകളും ഉണ്ടായിരുന്നു. പ്രകാശ്, എൻ്റെ അച്ഛനെവിടെ? മാളവിക പിന്നോട്ട് മാറി. നിന്റെ അച്ഛനോ? അയാൾ സുരക്ഷിതമായി വീട്ടിലിരിപ്പുണ്ട് മോളെ. നിന്നെ ഇങ്ങോട്ട് വരുത്താൻ ഞാൻ ചെയ്ത ഒരു ചെറിയ നാടകം മാത്രമായിരുന്നു അത്. നീ വിചാരിച്ചോ ആ ദേവ് നിന്നെ രക്ഷിക്കുമെന്ന്? പ്രകാശ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നെ തൊട്ടു പോകരുത്, ഞാൻ ദേവിൻ്റെ ഭാര്യയാണ്, മാളവിക ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ഭാര്യയോ? നിന്നെ അവൻ ഒരു മൃഗത്തെ പോലെയാണ് കാണുന്നത്. നിന്റെ അച്ഛൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്യാനും നിന്നെ ഇങ്ങോട്ട് വരുത്താനും എനിക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഇനി ദേവ് ഇങ്ങോട്ട് വരും നിന്നെ രക്ഷിക്കാൻ. പക്ഷെ ഇവിടെ കാത്തിരിക്കുന്നത് അവനുള്ള മരണമാണ്. പ്രകാശ് ക്രൂരമായി ചിരിച്ചു. പെട്ടെന്നാണ് മില്ലിൻ്റെ വലിയ ഇരുമ്പുവാതിൽ തകർത്തുകൊണ്ട് ദേവിൻ്റെ ആഡംബര കാർ അകത്തേക്ക് പാഞ്ഞു കയറിയത്. കാർ ബ്രേക്കിട്ട് നിർത്തി. അതിൽ നിന്ന് ദേവ് ഇറങ്ങി. അവൻ്റെ കണ്ണുകളിൽ മരണം നിഴലിക്കുന്നുണ്ടായിരുന്നു. മാളവിക അവിടെയുള്ളത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പ്രകാശ്, മാളവികയെ വിട്ടേക്ക്, നിനക്കുള്ളത് എൻ്റെ കയ്യിൽ നിന്നാണ്. ദേവ് മുന്നോട്ട് വന്നു. നിൽക്കടാ അവിടെ. പ്രകാശ് തോക്ക് നേരെ മാളവികയുടെ തലക്ക് നേരെ ചൂണ്ടി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഇവളുടെ തലച്ചോറ് ഞാൻ പുറത്തെടുക്കും. പൂജ ചത്തതുപോലെ ഇവളും ചാകും. പൂജയുടെ പേര് കേട്ടതും ദേവ് നിന്നു. അവൻ മാളവികയെ നോക്കി. മാളവികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ദേവ്, എന്നെ ഓർത്ത് ഒന്നും ചെയ്യരുത്, ഇവൻ ചതിയാനാണ്, മാളവിക ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഡാ ദേവ്, നിന്റെ ബിസിനസ്സും നിന്റെ പണവും എല്ലാം എൻ്റെ പേരിൽ എഴുതി വെക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഈ രണ്ടാം ഭാര്യയുടെ ശവം നിനക്ക് കൊണ്ടുപോകാം. പ്രകാശ് ഒരു പത്രം ദേവിന് നേരെ എറിഞ്ഞു കൊടുത്തു. ദേവ് ആ പത്രത്തിലേക്ക് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി പ്രകാശിനെ ഭയപ്പെടുത്തി. പ്രകാശ്, നീ വിചാരിച്ചോ മാളവിക ഇങ്ങോട്ട് വന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന്? അവളുടെ ഫോൺ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഒരുക്കിയ ചതിക്കുഴിയിലേക്ക് ഞാൻ വന്നത് ഒറ്റക്കല്ല. ദേവ് കൈയടിച്ചു. അടുത്ത നിമിഷം മില്ലിന് ചുറ്റും സൈറൺ മുഴങ്ങി. പോലീസുകാർ മില്ല് വളഞ്ഞു.
ദേവിൻ്റെ ചുസ്തരായ സെക്യൂരിറ്റി ജീവനക്കാരും അകത്തേക്ക് ഇരച്ചു കയറി. വിക്രം, വെടിവെക്കടാ, പ്രകാശ് ആക്രോശിച്ചു. തുടർന്ന് അവിടെ വലിയൊരു അടിപിടി നടന്നു. ദേവ് പ്രകാശിന്റെ ഗുണ്ടകളെ ഓരോരുത്തരായി അടിച്ചു നിലംപരിശാക്കി. ആ ബഹളത്തിനിടയിൽ പ്രകാശ് മാളവികയെ വലിച്ച് പുറകിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ മാളവിക സർവ്വശക്തിയുമെടുത്ത് പ്രകാശിന്റെ കയ്യിൽ കടിച്ചു. പ്രകാശ് വേദന കൊണ്ട് കൈവിട്ടതും മാളവിക ഓടി ദേവിന്റെ പുറകിൽ വന്നു നിന്നു. പ്രകാശ് ദേഷ്യത്തോടെ തോക്കെടുത്ത് ദേവിന് നേരെ ചൂണ്ടി. ചാവടാ, അവൻ ട്രിഗർ അമർത്തി. വെടിവെച്ച് മില്ലിലാകെ മുഴങ്ങി. പക്ഷെ വെടിയേറ്റത് ദേവിനായിരുന്നില്ല. കൃത്യസമയത്ത് പോലീസ് കമ്മീഷണർ പ്രകാശിന്റെ കയ്യിലേക്ക് വെടിവെച്ചിരുന്നു. തോക്ക് താഴെ വീണു. പ്രകാശ് വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണു. പ്രകാശ്, പൂജയെ കൊന്ന കേസിന്റെ എല്ലാ തെളിവുകളും ഇന്ന് നീ മാളവികയെ തട്ടിക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ഓഡിയോ റെക്കോർഡിങ്ങും ഇപ്പോൾ പോലീസിന്റെ കയ്യിലുണ്ട്. നിന്റെ ജീവിതം ഇനി ജയിലിനുള്ളിലാണ്. ദേവ് പ്രകാശിന്റെ അരികിൽ വന്ന് അവന്റെ നെഞ്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോലീസ് പ്രകാശിനെയും അവന്റെ ആളുകളെയും വിലങ്ങ് വെച്ച് അവിടെ നിന്നും കൊണ്ടുപോയി. ബെല്ലിനുള്ളിൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദത പടർന്നു. ദേവ് പതുക്കെ തിരിഞ്ഞ് മാളവികയെ നോക്കി. ആൾ ഭയം കൊണ്ടും സങ്കടം കൊണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. ദേവ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവനൊന്നും സംസാരിച്ചില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് നോക്കാൻ അവൻ കൈനീട്ടിയതും മാളവിക ഓടി വന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു. അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുറക്കെ കരഞ്ഞു. എന്നെ ക്ഷമിക്കണം ദേവ്. ഞാൻ അച്ഛൻ്റെ വാക്ക് കേട്ട് നിന്നെ സംശയിച്ചു. എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരുപാട് ഭയന്നു. മാളവിക വിതുമ്പി. ദേവ് ആദ്യമായി അവളുടെ തലയിൽ പതുക്കെ തലോടി. അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. മാളും, ഇനി ഈ ദേവിന്റെ അരികിൽ നിന്ന് നിന്നെ ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. നീ വെറുമൊരു രണ്ടാം ഭാര്യയല്ല, ഈ ദേവിന്റെ പ്രാണനാണ്. അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. പുറത്ത് പെയ്തു തോർന്ന മഴയ്ക്ക് ശേഷം ഒരു പുതിയ പുലരി ഉദിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിലും പ്രണയത്തിന്റെ പുതിയൊരു അധ്യായം തുടങ്ങുകയായിരുന്നു. നിർബന്ധപൂർവ്വം തുടങ്ങിയ ആ ബന്ധം ഒടുവിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ പ്രണയമായി മാറി.